ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല നാടൻ മസാലയിൽ വരട്ടിയെടുത്തിട്ടുള്ള കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ ചെമ്മീൻ എന്നും പറയാറുണ്ട്. 1/2 കിലോ വെള്ള ചെമ്മീനാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഏകദേശം ഒരു 350 ഗ്രാം മാത്രമേ ഇത് കാണുകയുള്ളൂ. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ നടുഭാഗത്തുള്ള ആ അഴുക്ക് നീക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതാദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ നേരം ഇത് മാറ്റി വയ്ക്കാം. മസാലയെല്ലാം നന്നായിട്ട് ആ ചെമ്മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 മണിക്കൂർ നേരം ഇത് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം ഒരു കടായി ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 7-8 മിനിറ്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് മറ്റൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചുവന്നുള്ളിയാണ് ഇതിൽ കൂടുതലും ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 15 ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എണ്ണയിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴന്നു വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ ഒരു ചെറിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും ഉള്ളിയും ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമെല്ലാം വറ്റി തക്കാളിയും ഉള്ളിയെല്ലാം ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ആ മസാലയിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതങ്ങ് ആ ആവിയിൽ വേണം അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരാൻ. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പം തന്നെ ഒരുവിധം വെന്തിട്ടുണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാരണം ചെമ്മീൻ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കാണുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ആവി മാത്രം കയറ്റിയിട്ടാണിത് വരട്ടിയെടുക്കുന്നത്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.